എൻ.എച്ച്. അൻവറിന്റെ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് കേരള വിഷൻ 4 കോടി രൂപ വില വരുന്ന അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ആംബുലൻസ് നൽകും. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് എൻ.എച്ച്. അൻവർ ട്രസ്റ്റ് വഴി ആംബുലൻസ് നൽകുന്നത്. കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് ഇത് സംബന്ധിച്ച എഗ്രിമെന്റ് തയ്യാറാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് കേരള വിഷൻ 25 ലക്ഷം രൂപ വില വരുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ആംബുലൻസ് നൽകുന്നു. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് എൻ.എച്ച്. അൻവർ ട്രസ്റ്റ് വഴി ആംബുലൻസ് നൽകുന്നത്. കേരള വിഷൻ അധികൃതരും ആശുപത്രി വികസന സമിതി അധികൃതരും ചേർന്ന് ഇത് സംബന്ധിച്ച എഗ്രിമെന്റ് തയ്യാറാക്കി. ഇന്ത്യൻ കേബിൾ ടിവിക്ക് അമൂല്യ സംഭാവനകൾ സമ്മാനിച്ച കാസർഗോഡ് ജില്ലക്കാരനായ എൻ.എച്ച്. അൻവറിന്റെ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ആംബുലൻസ് നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് കൈമാറും. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നീലേശ്വരം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സതീശൻ, പൊതുമരാമത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK ചന്ദ്രമതി, ആശുപത്രി സൂപ്രണ്ട് സോനു B. നായർ, ഡോക്ടർ V. സുരേഷൻ, നഗരസഭാ കൗൺസിലർമാരായ AV. സുരേന്ദ്രൻ, അനീഷ് E., കേരള വിഷൻ ഡയറക്ടർ M. ലോഹിതാക്ഷൻ, എൻ.എച്ച്. അൻവർ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷുക്കൂർ കോളിക്കര, കമ്പനി സെക്രട്ടറി KS. ഷിനു, കേരള വിഷൻ PRO S. ഷിജു, ഹോസ്പിറ്റൽ ക്ലർക്ക് രഞ്ജിത്ത് KP, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ CSR ഫണ്ട് കേരള വിഷൻ്റെ ഭാരവാഹിയുടെയായിരുന്ന സ്മരണീയനായ എൻ.എച്ച്. അൻവർ ട്രസ്റ്റിൻ്റെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മുടെ ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട ഒരു ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് ഈ ഒരു ആംബുലൻസിൻ്റെ സേവനം ലഭിക്കുമ്പോൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ആംബുലൻസിൻ്റെ സേവനം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ഒരു വലിയ സഹായകരമായി വർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള വിഷൻ്റെ എൻ.എച്ച്. അൻവർ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിന് ഒരു BLS ആംബുലൻസ് തരുന്ന ഒരു പദ്ധതി ഭാഗമാവാൻ പറ്റുന്നത് ആക്ച്വലി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കമ്പനിയുടെ CSR ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് തരുന്നത് തീർച്ചയായിട്ടും ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സേവനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നഗരസഭ അധ്യക്ഷൻ, അതേപോലെ തന്നെ നഗരസഭ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള സന്ധ്യച്ച് ഉൾപ്പെടെയാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. വളരെ മാതൃകാപരമായിട്ട് കേരള വിഷൻ എന്ന കമ്പനിയോട് എന്നും നല്ല സഹകരണം പുലർത്തുന്നതാണ് നീലേശ്വരം നഗരസഭ. നീലേശ്വരം നഗരസഭയിലെ ഒട്ടനവധി സുരേന്ദ്രേട്ടൻ, മനോഹരേട്ടൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഐക്യകണ്ഠേനയാണ് ഈ ഹോസ്പിറ്റലിൽ ആംബുലൻസ് സൗകര്യം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അൻവർ ട്രസ്റ്റ് വഴി കേരള വിഷൻ നൽകുന്ന ഈ ആംബുലൻസിന് നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കാരണം എൻ.എച്ച്. അൻവറിൻ്റെ സ്വന്തം ജില്ലയായ കാസർഗോഡിന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കൂടി ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യത്തിന് അർഹത ലഭിച്ചു എന്നത് തന്നെ തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അൻവറിൻ്റെ 10ാം ചരമവാർഷികമാണ് ഈ മെയ് 7-ന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് നൽകാനുള്ള ഒരു അനുമതി ഇതുമായി ബന്ധപ്പെട്ട ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും, അതായത് ഹോസ്പിറ്റലിൻ്റേതായാലും നീലേശ്വരം നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും അനുമതി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.